നമ്മുടെ ആ ഒരു യോഹന്നാൻ സ്ലീഹയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ. തുടക്കം മുതൽ ഈശോയുടെ കൂടെയാണ്. ഈശോയെ തിരിച്ചറിയുന്നു, എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോകുന്നു. ഈശോ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനെന്ന് അറിയപ്പെടുന്നു. അവന് നെഞ്ചോട് ചേർന്നിരിക്കുന്നു, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു, അവനെ തിരിച്ചറിയുന്നു, അവനെക്കുറിച്ച് പ്രഘോഷിക്കുന്നു. ഈ ദൈവം സ്നേഹമാണെന്ന് പറയുന്നു. ഇതാ ഒടുക്കം തന്റെ അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോഴും, മരണം കൺമുമ്പിൽ വന്നിരിക്കുമ്പോഴും ഈ ഏകാന്തതയിലും യോഹന്നാൻ കാണുന്നത് ഈശോയാണ്, വിജയം നേടിയ കുഞ്ഞാടിനെ. അയാളുടെ അവസാന ശ്വാസത്തിലുള്ള പ്രാർത്ഥനയും അങ്ങനെ തന്നെയായിരുന്നു. ഈശോ വരണം, ഈശോയെ കാണണം. വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ സ്ലീഹ എന്ന് ശരിക്കും നമ്മൾ പഠിച്ചെടുക്കേണ്ട വലിയ പാഠമാണിത്. നമ്മുടെ ലൈഫ് മുഴുവൻ ഈശോയിൽ കേന്ദ്രീകരിച്ച ജീവിതം, ഈശോയുടെ സ്നേഹത്തിൽ സെൻട്രലൈസ് ചെയ്തൊരു ജീവിതം, തുടക്കം മുതൽ അവസാനം വരെ ഈശോയോടൊപ്പം, ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ട് അവസാന ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്, ഈശോ വേഗം വരണം, എനിക്ക് നിന്നെ കാണണം, നിന്നോട് ചേർന്നിരിക്കണം. ഈ ഒരു വലിയ അപ്പസ്തോലനിൽ നമ്മൾ പഠിച്ച് ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ 100 മേനി ബലം ചൂടട്ടെ. എല്ലാ സാഹചര്യത്തിലും ഈശോയെ കാണാനും ഈശോയോട് ചേർന്നിരിക്കാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.